അത് വിട്ടേക്ക്. ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു. എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? അപ്പം ഏതായാലും സംഭവം നിങ്ങൾ കണ്ടു കാണും. കോട്ടയത്ത് നാട്ടകത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നടൻ സിദ്ധാർത്ഥ് പ്രഭു വെള്ളമടിച്ച് ലക്കില്ലാതെ വാഹനം ഓടിച്ചുകൊണ്ട് വയ്യാത്രക്കാരനായ തമിഴ്നാട് സ്വദേശിയായ തങ്കരാജ് എന്ന് പറയുന്ന ലോട്ടറി വിൽപ്പക്കാരനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതാണ് സംഭവം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിങ്ങവനം പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതായാലും കോടതിയിൽ ഹാജരാക്കി. ഏതായാലും പരിശോധനയിൽ അദ്ദേഹം വാഹനം ഓടിച്ചത് വെള്ളമടിച്ചിട്ടാണ് എന്നെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ നല്ല വിമർശനങ്ങളും ചീത്ത വിമർശനങ്ങളും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടപടലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് നമ്മുടെ ജിഷിൻ്റേത്. ജിഷിൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരെയും പ്രബുദ്ധരായ നമ്മുടെ എല്ലാ ജനങ്ങൾക്കെതിരെയും പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, ഇതാണോ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് സംഭവ സ്ഥലത്തുണ്ടായ ആ പ്രശ്നങ്ങൾ നമുക്കൊന്ന് കാണാം. കോടതി ഞങ്ങൾ വഴി വന്ന് നീ എന്നെ ചവിട്ടി എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് ഞാൻ പറയുന്നത് വീഡിയോ കോളിലാണ്. അത് നിയമപരമായിട്ട് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹം അമിത വേഗതയിലാണ് വന്നത്. ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സമയത്ത് അദ്ദേഹം ആ കുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഏതായാലും വെള്ളമടിച്ച് ലക്കില്ലാതെ ഒരു മനുഷ്യനാണ്, അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ അവിടെ കൂടിയ ജനങ്ങൾക്കെതിരെ ആക്രോശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം കൈവെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് രോക്ഷാകുലരായ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അടി കിട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നാടൻ തല്ലിന് സിനിമാ താരങ്ങളെന്നോ സീരിയൽ താരങ്ങളെന്നോ യാതൊരു വകവേഗതവുമില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടത് നല്ല വൃത്തിക്ക് പറയുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് നാട്ടുകാർ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തെ ഞാൻ 100% അംഗീകരിക്കില്ല. കാരണം നാട്ടുകാരുടെ പ്രകോപനപരമായ ചില പ്രവർത്തനങ്ങൾ അവരുടെ ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതും സത്യമായ കാര്യമാണ്. കാരണം ഇതിന് മുന്നേ ആൾക്കൂട്ട ആക്രമണങ്ങളെല്ലാം ചിലപ്പോൾ മരണത്തിലേക്ക് ഇവരെ കലാശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഏതായാലും അദ്ദേഹം വെള്ളമടിച്ച് ലക്കും ലഗാനും കെട്ടാണ് വന്നത് എന്ന കാര്യത്തിൽ അവിടെ കൂടിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ എന്തുപദേശം നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചങ്കിലൊക്കെ ഈ ഷാളിട്ട് കുടുക്കി വലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശ്വാസം മുട്ടി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ആ മരണത്തിന് ഉത്തരവാദിത്വം പറയേണ്ട ഒരവസ്ഥ വരും. അതാണ് ജിഷിൻ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ജിഷിൻ്റെ ആ പ്രതികരണവും ആ സമയത്തുണ്ടായ ആ വാർത്തയും നമുക്കതൊന്ന് കാണാം. ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതല്ലേ വേണ്ട. അയാൾ മദ്യപിച്ചു. എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നും ഇല്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിൽ നിൽക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും. പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? അപ്പോൾ ജിഷിൻ പൊട്ടിത്തെറിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിൻ്റെ
ഒരു സുഹൃത്തും അതുപോലെ തന്നെ സീരിയൽ നടനുമായ ആളാണ് ഈ സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും നൊന്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഏതായാലും ഈ ക്രിസ്മസ് രാത്രിയിൽ ഒരുവിധം എല്ലാവരും വെള്ളമടിച്ച് തന്നെയാണ് വാഹനം ഓടിക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. അത് തന്നെയാണ് സിദ്ധാർത്ഥനും നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇത് കേരളത്തിൽ ആദ്യത്തെ കേസൊന്നും അല്ലല്ലോ വെള്ളമടിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, വെള്ളമടിച്ച് വാഹനം ഓടിക്കുന്നതും അതുപോലെ തന്നെ വണ്ടി ആവുമ്പോൾ തീർച്ചയായിട്ടും റോഡിലിറങ്ങുന്ന സമയത്ത് ആക്സിഡൻ്റ് ആകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ആ സമയത്ത് അദ്ദേഹം അവിടുത്തെ നാട്ടുകാർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്, അതുപോലെ തന്നെ അവരെ അടിക്കാൻ ഓങ്ങുകയാണ്. ആ സമയത്താണ് നാട്ടുകാർ തീർച്ചയായിട്ടും അപകടം പറ്റിയ സമയത്ത് അദ്ദേഹം വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്താൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവിടുന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇട്ടതിന് ശേഷമാണ് ഈ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൈയെല്ലാം കെട്ടി, അതിനുശേഷം അവരെ ആക്രമിക്കാൻ നോക്കിയ സമയത്താണ് കാലുകൂടി വരിഞ്ഞു കെട്ടി പോലീസിനെ ഏൽപ്പിച്ചത് എന്ന് ജിഷിനോട് പറയുകയാണ്. പിന്നെ അദ്ദേഹം പങ്കുവെച്ച വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇവിടെ ചങ്കിൽ കുടുക്കി വലിക്കുന്ന ഒരു സീനുണ്ട്. അത്തരപ്പെട്ട ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രബുദ്ധരായ കേരളം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് കടക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അദ്ദേഹം നടനാവട്ടെ സാധാരണക്കാരനാവട്ടെ ഏതൊരു മനുഷ്യനായാലും അത്തരം ഒരു ആക്രമണത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു കുടുംബവും അതുപോലെ തന്നെ ഒരു ഭാവിയും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അത് നശിപ്പിക്കുന്ന ഒരു കോലത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പാടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. തീർച്ചയായും ആ വിമർശനങ്ങൾ നമ്മൾ സതുദ്ദേശത്തിൽ കാണുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ലഘൂകരിക്കുകയല്ല അല്ലെങ്കിൽ വെള്ളമടിച്ച് വാഹനം ഓടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നൊക്കെ ജിഷി പറയുന്നുണ്ട്. വളരെ 100% അദ്ദേഹത്തിൻ്റെ ചെറിയ അഭിപ്രായമാണ് എങ്കിലും തീർച്ചയായിട്ടും അത് നല്ലൊരു സതുദ്ദേശപരമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയായിട്ട് നമ്മൾ എടുക്കണം. ഇത്തരത്തിൽ നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പോകുന്ന ബൈക്കിലോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പിടിച്ച് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. പക്ഷേ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ആരും നീങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഒരു തിരുത്ത് കൂടിയുണ്ട്. കാരണം നമുക്ക് ആ വാർത്ത കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഇദ്ദേഹം ജനങ്ങൾക്കെതിരെ മാത്രമല്ല പോലീസിനെതിരെയും അദ്ദേഹം ആക്രോശിക്കുന്നതും അതുപോലെ തന്നെ അടിക്കാൻ ഓങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. ക്രിസ്മസിന്റെ തലേദിവസമായി ഇന്നലെ രാത്രി 8:30 നാട്ടകം കോളേജ് ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഉപ്പുമുളകു എന്ന സീരിയലിൽ അഭിനയിച്ച് ആ കഥാപാത്രം അവതരിപ്പിച്ച് അറിയപ്പെടുന്ന ഒരു നടനാണ്, താരമാണ് ഈ സിദ്ധാർത്ഥ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു. അങ്ങനെ ഓടിച്ച് കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിച്ചിടുകയായിരുന്നു. അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി നാട്ടുകാർ ഓടിക്കൂടുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇയാൾ വലിയ പരാക്രമം കാട്ടുന്നത്. നാട്ടുകാരെ അസഭ്യം പറയുന്നു. ഒപ്പം തന്നെ താൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല, കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ടതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ന്യായീകരിക്കുകയും ചെയ്തു. പിന്നീട് പോലീസിനെ അറിയിച്ച് ചിങ്ങവനം പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോഴും ഇയാളുടെ പരാക്രമം തുടരുകയായിരുന്നു. അതുകൂടി നിങ്ങൾ കേട്ട് കാണും. സംഭവിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നാട്ടുകാർ തീർച്ചയായിട്ടും അടിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കെട്ടിടാനും അതുപോലെ തന്നെ ഇതിനെല്ലാം ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് 100% തീർച്ചയായിട്ടും നിരുത്തരവാദിത്വപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സീരിയൽ താരങ്ങളായാലും അതുപോലെ തന്നെ സെലിബ്രിറ്റികളായാലും അതുപോലെ തന്നെ സിനിമാ നടന്മാരായാലും ഇത്തരം ആക്രമണങ്ങളും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നതായാലും ഈ ഇടിച്ചു തെറിപ്പിക്കലായാലും ഈ അടുത്തിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും നാട്ടുകാർ കൈവെക്കുക എന്ന് പറയുന്ന സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും പിന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽപ്പെട്ട അതിരുകവിഞ്ഞ ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കായിരിക്കും. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള വെള്ളമടിച്ച് വാഹനം ഓടിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.